ബി.ജെ.പി തന്നെ ഇക്കാര്യത്തിൽ കൃത്യമായൊരു നിലപാട് പറഞ്ഞിരുന്നു. അത് തന്നെയാണ്, അതായത് ഒരു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 2024 എന്ന് പറയുന്നത് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായ ഒരു വർഷം കൂടിയാണ്. അതായത് ഇനിയും വിരലിലെണ്ണാവുന്ന മാസങ്ങൾ മാത്രമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ളത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റാലി തന്നെയാണ്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതുസമ്മേളനം തന്നെയാണ് തൃശ്ശൂരിൽ നടന്നത്. ആ തൃശ്ശൂരിൽ നടന്ന സമ്മേളനത്തിൽ ഓരോ വിഷയങ്ങളും നേരത്തെ പ്രതീക്ഷ സൂചിപ്പിച്ച പോലെ തന്നെ ഓരോ വിഷയങ്ങളും എണ്ണി പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ ഒരു പ്രസംഗമുണ്ടായത്. അതിൽ ഇന്ത്യ മുന്നണിക്കെതിരായുള്ള കൃത്യമായ രാഷ്ട്രീയ നിലപാടുകളുണ്ടായിരുന്നു. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിൻ്റെ വിഷയങ്ങളുണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ കേരളത്തിൻ്റെ മൊത്തമാകെ വിഷയം എല്ലാം തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗം തന്നെയായിരുന്നു പ്രധാനമന്ത്രിയുടെ ഉണ്ടായിരുന്നത്. അതിനോടൊപ്പം എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ജനപങ്കാളിത്തം. അതായത് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് മാത്രമല്ല, ജില്ലയുടെ പുറത്തു നിന്നുള്ള മറ്റ് ജില്ലകളിൽ നിന്നുൾപ്പെടെ കൃത്യമായി പ്രവർത്തകരെ ഏകോപിപ്പിച്ച് കൊണ്ടുവന്ന് ആ വേദിക്കടുത്ത് എത്തിക്കുന്നതിനും പ്രധാനമന്ത്രി റോഡ് ഷോയിൽ പങ്കെടുക്കുന്നതിനും എല്ലാം തന്നെ കൃത്യമായി അതിനുള്ള കാര്യങ്ങളെല്ലാം തന്നെ ബി.ജെ.പിയുടെ ഭാഗത്തു നിന്നുമുണ്ടായി. അത്രത്തോളം ജനപങ്കാളിത്തവും ഉണ്ടായി. പ്രധാനമന്ത്രി റോഡ് ഷോ നടത്തിയപ്പോൾ കൃത്യമായി തൃശ്ശൂരിൽ ബി.ജെ.പിയുടെ ഒരു സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാണിക്കുന്ന സുരേഷ് ഗോപിയെ ആ തുറന്ന വാഹനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം നിർത്തിക്കൊണ്ട് തന്നെയായിരുന്നു ഈ റോഡ് ഷോ നടന്നത്. തൃശ്ശൂരിൽ ആരാണ് മത്സരിക്കുക എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവും ബി.ജെ.പിക്കോ അല്ലെങ്കിൽ അണികൾക്കോ ഒന്നും തന്നെ ഇല്ലാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയെ എന്തുകൊണ്ട് ആ ഒരു വാഹനത്തിൽ കയറ്റി എന്നുള്ളതിൻ്റെ കൃത്യമായ ഒരു ഉത്തരം തന്നെയാണത്. ബി.ജെ.പിയുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രതീക്ഷയർപ്പിക്കുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂർ മണ്ഡലം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എ ക്ലാസ് മണ്ഡലത്തിൽപ്പെടുന്ന തൃശ്ശൂർ മണ്ഡലത്തിൽ ഇത്രയും വലിയ ഒരു റാലി സംഘടിപ്പിക്കുന്നത്, ഇത്രയും വലിയൊരു പൊതുസമ്മേളനം സംഘടിപ്പിക്കുന്നത് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ശക്തി പ്രകടനം കൂടിയാണ്. അതെല്ലാം കൃത്യമായി നടപ്പിലായി. വിവരങ്ങൾ പങ്കുവെച്ചത് അങ്ങനെ രാഷ്ട്രീയ ശക്തി പ്രകടനമായി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തെയും ആ വേദിയിലെ മറ്റ് വികസന നേട്ടങ്ങളെയും എണ്ണിപ്പറഞ്ഞുകൊണ്ടുള്ള ആ വാചകങ്ങളെയൊക്കെ തന്നെ മാറ്റാൻ കഴിഞ്ഞു ബി.ജെ.പിക്ക് എന്നാണ് എടുത്തു പറയേണ്ടത്. ഒപ്പം തന്നെ ജനകീയ പങ്കാളിത്തം, പാർട്ടി പ്രവർത്തകരുടെ പങ്കാളിത്തം കൊണ്ടും വനിതാ നാരീശക്തി സമ്മേളനം ശ്രദ്ധേയമാവുകയും ചെയ്തു. പ്രധാനമന്ത്രി രാഷ്ട്രീയമായി തന്നെ സംസ്ഥാന സർക്കാരിനെ അടക്കം വിമർശിച്ചു. ഇന്ത്യ മുന്നണി, പ്രത്യേകിച്ച് കോൺഗ്രസിനെയും CPM-നെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് വിമർശനങ്ങൾ ഉന്നയിച്ചത്.